ഇടുക്കി മറയൂർ ചിന്നാർ റോഡിൽ കാട്ടാന ഇറങ്ങി. രാവിലെ 1 മണിക്കൂറോളം വിനോദസഞ്ചാരികൾ റോഡിൽ കുടുങ്ങി. വിരിക്കൊമ്പൻ എന്ന ആനയാണ് ഗതാഗത തടസ്സമുണ്ടാക്കിയത്. ആഷിഖ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആഷിഖ്, ഈ വെടിക്കൊമ്പൻ കാരണം ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അവിടെ തന്നെയാണോ ഉള്ളത്? അമൃത, ഇന്ന് പുലർച്ചെ 7 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വിരിക്കൊമ്പൻ എന്നു പേരുള്ള കാട്ടാനയാണ് മറയൂർ ചിന്നാർ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് റോഡിൽ ഇറങ്ങി നിന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം നേരം അവിടെ ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത്. പ്രധാനമായും വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ആന തടഞ്ഞത്, കാട്ടാന തടഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ജീപ്പ് ദൃശ്യങ്ങളിൽ കാണുന്ന ജീപ്പിൽ വിനോദസഞ്ചാരികളായിരുന്നു ഉണ്ടായത്. ജീപ്പിന് മുമ്പിലേക്ക് വന്നു നിന്ന ആന പിന്മാറാൻ തയ്യാറായില്ല. പക്ഷേ സമചിത്തതയോടുകൂടി ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ഇടപെട്ടത് വലിയ അപകടം ഒഴിവാക്കാൻ കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും. ആ വാഹനം പതിയെ കുറച്ചു നേരം നിർത്തിയിട്ട ശേഷം പിന്നോട്ട് പതിയെ എടുത്തുകൊണ്ട് മാറുകയായിരുന്നു. അതോടുകൂടി ആന അവിടെ നിന്ന് മാറി. എന്നാലും ഏതാണ്ട് 1 മണിക്കൂറോളം നേരം ആ മേഖലയിൽ വലിയ പ്രതിസന്ധി, വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയുണ്ടായി ഈ ആന. വിരിക്കൊമ്പൻ എന്ന ആന ആ മേഖലയിൽ സ്ഥിരമായി വരാറുള്ള ആനയാണ്. പക്ഷേ ഇപ്പോൾ വിനോദസഞ്ചാരികളടക്കം നിരവധി പേർ മറയൂരിലേക്ക് എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള യാത്രക്കാർക്ക് കൂടി അപകടം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാട്ടാനകളുടെ സാന്നിധ്യം മാറുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുക. ഇത്തരം ആനകളെ ആ മേഖലയിൽ നിന്ന് തുരത്താനുള്ള ശാശ്വതമായ ഇടപെടൽ വേണം എന്നാണ് അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നം നിരന്തരമായി വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ 7 മണിയോട് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വിരിക്കൊമ്പൻ എന്ന ആനയാണ് മറയൂർ ചിന്നാർ റോഡിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നേരം വലിയ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ആശങ്ക പരത്തുകയും ചെയ്തത്. അമൃത, ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.